ആദ്യം തന്നെ ഉണ്ടാവേണ്ട സ്ഥാനാർത്ഥിപ്പട്ടിയുടെ ആദ്യഘട്ടം കോൺഗ്രസ് പൂർത്തിയാക്കി. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ അടികലശം എന്നൊക്കെ കൃത്യമായി തന്നെ പറയാവുന്ന രീതിയിൽ വലിയ തർക്കങ്ങൾ അവിടെ പുകയുന്നുണ്ട്. അത് ഒരു കെ സുധാകരന്റെ കാര്യത്തിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിൽ പല സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ പ്രതിഷേധം അടിത്തട്ടിലൊക്കെ പുകയുകയാണ്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരുങ്ങുന്ന കോൺഗ്രസിൽ കലഹം മുറുകുന്നു. കണ്ണൂർ സീറ്റിൽ പിടിമുറുക്കിയിരിക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ നടത്തുന്ന ശ്രമം ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ സുധാകരനെ കണ്ട് ചർച്ച നടത്തി. എംപിമാരെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിൽ കൂടുതൽ പേർക്ക് അതൃപ്തിയുള്ളതായാണ് സൂചന. ജയസാധ്യത പരിഗണിക്കണമെന്ന് എം കെ രാഘവൻ എം പി പ്രതികരിച്ചു. ഞാൻ ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇതുമായി ഒരു കത്ത് നൽകിയിട്ടില്ല. പക്ഷേ എന്നോട് ഇങ്ങോട്ട് ലീഡേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിച്ച് ജയിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ എണ്ണം കൂട്ടണം. മനസ്സിലായില്ലേ? UDF ഗവൺമെൻറ് ഉണ്ടാകണം. അതിന് വിന്നബിലിറ്റി പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം, മറ്റു പരിഗണന പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട്, തോൽക്കുന്ന സീറ്റ് എടുത്ത് ജയിക്കാൻ കഴിയുമോ അത് ആലോചിക്കണം. എംപിമാരെ മത്സരിപ്പിക്കരുതെന്നതാണ് നിലപാടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ മത്സരിക്കാനില്ല. മാത്രമല്ല, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാൻ അവസരം കൊടുക്കരുത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറായാൽ രണ്ടാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആൾ വരും. അത് പാർട്ടിയുടെ മുഴുവൻ പ്രതിച്ഛായയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി ഈ മുന്നറിയിപ്പ് പാർട്ടിക്ക് കൊടുത്തത്. ഒരു കാരണവശാലും എംപിമാരെ പരിഗണിക്കരുത്. അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. ഇപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങൾ, അതായത് ഒഴിച്ചിട്ടിരിക്കുന്ന കോന്നിയും കണ്ണൂരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രശ്നം തീർന്നല്ലോ. വിനിത വിജി മാർച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. വിനിത, ഇവിടെ എം കെ രാഘവൻ എം പി പറയുകയാണ് അദ്ദേഹത്തോട് തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിക്കണമെന്ന് ഏതോ നേതാക്കൾ പറഞ്ഞു എന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തനിക്കൊരു തോൽക്കുന്ന സീറ്റാണെങ്കിലും തന്നാൽ ജയിപ്പിച്ച് കാണിക്കാമെന്ന് ഹൈക്കമാൻഡിനോട് പറയുകയാണ്. അടൂർ പ്രകാശ് ഇതുവരെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള അതിയായ ഒരുക്കങ്ങൾ, അതിയായ ആഗ്രഹമൊക്കെ പല ഘട്ടത്തിൽ പരോക്ഷമായി ഇപ്പോൾ ശിവഗിരി മഠത്തിലൂടെയൊക്കെ അത് അദ്ദേഹം പറയിപ്പിച്ച് പറഞ്ഞാണെന്ന് പറയുന്നില്ല. പക്ഷേ ശിവഗിരി മഠമൊക്കെ പരസ്യപ്രചരണം നടത്തുന്നതിന് പിന്നിൽ ചില ഇടപെടലൊക്കെ എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ എംപിമാർ മത്സരിക്കണമെന്ന ആഗ്രഹവുമായി രംഗത്ത് വരുന്നു. അതിനൊക്കെ ഉപരി അവിടെ ഗോദാവരി ഫ്ളാറ്റിനുള്ളിൽ ഒരു അഗ്നിപർവ്വതമായിരിക്കുകയാണ്. ആരാണ്? കെ സുധാകരൻ. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമോ? അനുനയനീക്കം എന്താണ്? വാർത്താ സമ്മേളനമാണെങ്കിൽ എന്താകും ആ വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നതിനെപ്പറ്റി സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? വിനിത, സുധാകരൻ ഇപ്പോഴും കീറാമുട്ടിയാണ് കോൺഗ്രസിന്. ഹഷ്മി സൂചിപ്പിച്ച ആ ഗോദാവരി ഫ്ളാറ്റിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഫ്ളാറ്റിലാണ് സുധാകരനുള്ളത്. ഹഷ്മി പറഞ്ഞതുപോലെ ഇപ്പോഴും അദ്ദേഹം ഈ ഫ്ളാറ്റിൽ കടുംപിടുത്തം പിടിച്ചു തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിനിടയിൽ അദ്ദേഹവുമായി നിരവധി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ നേതാക്കളൊക്കെ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തി. പക്ഷേ ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു തന്നെയാണ് സുധാകരൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഹഷ്മി ഇന്ന് എം കെ രാഘവൻ എം പി കൂടി ഈ ഗോദാവരി ഫ്ളാറ്റിലെത്തി കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. അതിനുശേഷം എത്തിയാണ് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ മത്സരിക്കണമെന്ന്, എംപിമാർ എന്ന നിലയിൽ താൻ മത്സരിക്കണമെന്ന് എവിടെയും താൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ തന്നോട് ചില നേതാക്കൾ ഇങ്ങോട്ടേക്കാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചതാണ് ഏതാണ് ആ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ പേര് പറയുന്നില്ല എന്നാണ് എം കെ രാഘവൻ എം പി പറഞ്ഞത്. അതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ നിലവിൽ തോൽക്കാൻ സാധ്യതയുള്ള, അതായത് വലിയ വിജയ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് ആ മണ്ഡലങ്ങളിൽ വിജയിപ്പിച്ചെടുക്കുക, ആ മണ്ഡലങ്ങളിൽ ഒപ്പം കൂട്ടുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ആവശ്യമാണ് തന്നോട് മുന്നോട്ട് വെച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതാ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എംപിമാർക്കാർക്കും സീറ്റ് ഇല്ല എന്ന് പറയുന്നു. അതിൽ തനിക്ക് ഒരു അതിർത്തിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിഷമമോ തനിക്കില്ല. പക്ഷേ താൻ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നോ അല്ലെങ്കിൽ താൻ സീറ്റ് ആവശ്യപ്പെട്ട ഒരു കത്ത് നൽകിയെന്നോ ഒക്കെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ആവശ്യം ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ എന്നോട് ഇങ്ങോട്ട് മത്സരിക്കണമെന്ന് ചില നേതാക്കളാണ് ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ
നിലവിൽ തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അത് ഏൽപ്പിക്കുകയാണ് എങ്കിൽ സുരക്ഷിതമായി ഇതാ വിജയിപ്പിച്ച് മുന്നോട്ട് തരാം എന്നൊരു അങ്ങനെ ഒരു സൂചന കൂടിയാണ് തന്നെയാണ് അദ്ദേഹം ആ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തുടക്കം മുതൽ തന്നെ താൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞൊരു MP ആയിരുന്നു അദ്ദേഹം ഇപ്പോഴും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ കോന്നിയിലും കണ്ണൂരിലുമൊക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ നിലവിലുള്ളൂ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ MP മാർ ആരും മത്സരിക്കേണ്ടതില്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ട് അവർക്ക് വിജയസാധ്യത ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതേ നിലപാടിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു ആരോപണം, ഈ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ശിവഗിരി മഠമൊക്കെ രംഗത്തെത്തുമെന്ന് താൻ കരുതുന്നില്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പരോക്ഷമായി അടൂർ പ്രകാശിനെ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിക്കുന്നത്. ഇങ്ങനെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. ഇപ്പോഴും സമയമില്ല വിനിത, ഇതിലെ പ്രശ്നം ഇനിയിപ്പോ ഒരുപാട് നാൾ പുകഞ്ഞ് തനിയെ കെട്ടടങ്ങാനുള്ള സമയമൊന്നുമില്ല. 22-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ ആകെ 56 പേരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ട തർക്കങ്ങളൊന്നുമില്ലാത്ത എപ്പോൾ വേണമെങ്കിൽ പ്രഖ്യാപിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു. അപ്പോൾ ഈ പുകച്ചലൊക്കെ അടക്കി ഇവരെ ഈ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലേക്ക് ഇറങ്ങണം, അവർ വീട് കയറണം, വോട്ട് തരണം. അതിശക്തമായ മത്സരമാണ്. LDF ഇപ്പോൾ തെരുവുകളിൽ നിറയുന്നു, വീടുകളിൽ നിറയുന്നു. അവർ ഒരു ഘട്ടം പൂർത്തിയാക്കാൻ പോകുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഈ പുകച്ചിൽ എങ്ങനെ തീർക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം? നാമനിർദ്ദേശ പത്രികയ്ക്ക് മുമ്പ് സ്ഥാനാർത്ഥികൾ വേണ്ടേ കോൺഗ്രസിന്? വിനിത, ഹാഷ്മി, ഇന്ന് വൈകിട്ട് 4 മണിക്ക് വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ഏറെക്കുറെ ഈ തർക്കമുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ അന്തിമ ചർച്ചകളിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശബരിനാഥ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട്. ഈ പട്ടിക ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറുകയും അതിൽ അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് ഇത്തരം ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഒരു വശത്ത് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നേതാക്കളുടെ അനുനയ ശ്രമങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം എപ്പോഴാണെന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അതിനുള്ള ഒരു സാധ്യത ഇനി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം മുതിർന്ന നേതാക്കളടക്കം സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലേക്കാക്കുന്ന നിലപാടിലേക്ക് പോകരുത് എന്നവർ ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതാണെങ്കിലും അങ്ങനെയുള്ള അനുനയ ശ്രമങ്ങൾ, ഈ നേതാക്കളുടെ ആവശ്യങ്ങളൊക്കെ അദ്ദേഹം അംഗീകരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. മറുവശത്ത് പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നേതാക്കൾ ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് അടുത്ത പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഉടൻ തന്നെ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പുറത്തിറക്കി. ലീഗിന്റെയും 2 സ്ഥാനാർത്ഥി വെച്ച് ബാക്കി എല്ലാവരും ഇന്നലെ പറഞ്ഞു. അവർ എന്തായാലും ഇലക്ഷൻ വർക്കിൽ നടക്കുന്നുണ്ട്. പട്ടിയൂർക്കാവിൽ K മുരളീധരൻ അടക്കം. പക്ഷേ ഈ പ്രധാനപ്പെട്ട തർക്കമുള്ള സീറ്റുകളിൽ ആദ്യം മുതലേ തന്നെ തർക്കമുള്ള സീറ്റുകൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും സമവായത്തിലെത്താൻ, അത് കണ്ണൂർ മാത്രമൊന്നുമല്ല, പല സീറ്റുകളും ഇപ്പോഴും സമവായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവിടെ തളിപ്പറമ്പിൽ TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ പ്രാദേശിക നേതൃത്വം പറയുന്നത് ഇനിയും വൈകിയാൽ ഇത് തിരിച്ചടി, സ്ഥാനാർത്ഥികളെ വേഗം തീരുമാനിച്ചില്ലെങ്കിൽ ജില്ലയിൽ വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തരുത് എന്നൊരു വിഭാഗം നേതാക്കൾ പറയുകയാണ്. MP മാരെ ചൊല്ലിയുള്ള തർക്കം വേഗം അവസാനിപ്പിക്കണം എന്നും അവർ പറയുകയാണ്. അത് താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരമാണ്. പക്ഷേ നേതാക്കൾക്ക് അത് മൊത്തത്തിൽ പിടികിട്ടുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.